Opening hours with MyFin. ഏതായാലും മാർക്കറ്റിൻ്റെ മറ്റ് കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാറായിരിക്കും ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. Morning, Vishnu. Morning, viewers. സാർ, ഇന്നലെ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ്, വലിയൊരു സെൽ ഓഫ് ഒക്കെ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുന്നുണ്ട്. മാർക്കറ്റ് 25,863 എന്നൊരു നിലയിലാണ് ഇപ്പോഴൊരു ട്രേഡിംഗ് നിഫ്റ്റി 50യിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു ടേക്ക് നിഫ്റ്റി 50യിൽ ഇപ്പോൾ എന്താണ്? ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ്, ഷോർട്ട് ടേം സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യുടെ കേസിൽ 27,800 പോയിന്റ് വളരെ സ്ട്രോങ് സപ്പോർട്ടായിട്ടാണ് കാണുന്നത്. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് നിഫ്റ്റി 50യുടെ സ്പെസിഫിക് കേസിൽ നമുക്ക് കറന്റ് ലെവൽസിൽ പുതിയ ലോ റിസ്കിൽ ബൈങ് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന വൺ മേജർ സെക്ടർ ഇസ് ഡിഫൻസ്. ഇന്ന് കാലത്ത് മാർക്കറ്റ് പ്ലസിന്റെ സെഷനിൽ നമ്മൾ ഈ ഒരു സെക്ടർ എസ്പെഷ്യലി ഷിപ്പിംഗ് കമ്പനീസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും മാസിഗോൺ ഡോക്കിന്റെ കേസിൽ 3.5% നേട്ടം. സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കൺഫേമിംഗ് എ ബ്രേക്ക്ഔട്ട്. മറ്റ് രണ്ട് ഷിപ്പിംഗ് സ്റ്റോക്സ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആൻഡ് ഗാർഡൻ റീച്ചിലും നമുക്ക് നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. സർ, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇടിവ് തന്നെയാണ്. 167 പോയിന്റിൻ്റെ ഇടിവാണ് കാണുന്നത്. കൃത്യം 59,536 എന്നൊരു നിലയിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർ ടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്നു ഇറ്റ്സ് എ വെരി ഹെൽത്തി റൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 59,100 പോയിന്റിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഗുഡ് മോർണിംഗ് പ്രദീപ്. മോർണിംഗ് സുരജ്. പ്രദീപ്, ഇന്നലെ മാർക്കറ്റിൽ നമ്മുടെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, അതായത് ഡൗൺ സ്ട്രീം കമ്പനീസ് അല്ലെങ്കിൽ ഓയിൽ റീറ്റെയിലേഴ്സായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, HPCL, BPCL ഒക്കെ ഡൗൺ ആയിരുന്നു. ഇന്ന് ഏതാണ്ട് നമ്മൾ നോക്കുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യണേന്നുള്ള. സാധാരണ ഇപ്പോൾ ഓയിൽ, ഇപ്പോൾ ക്രൂഡിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു 5% കയറുകയാണെങ്കിലും $62 പെർ ബാരൽ ആയിരുന്നുവെങ്കിൽ പോലും വളരെ ലോവർ ലെവലിലാണ്. അത് മാത്രമല്ല, ക്രൂഡിൻ്റെ ലോങ്ങർ ടേം ട്രെൻഡും താഴേക്കാണെന്നാണ് ക്രൂഡ് എക്സ്പേർട്സ് ഒക്കെ പറയുന്ന കാര്യം. മോർ പ്രൊഡക്ടിവിറ്റി വിൽ കം, വെനിസ്വേല ഓയിൽ വിൽ ബി ഇൻ ഓപ്പറേഷണൽ. ഇതൊക്കെ കാരണം തന്നെ ക്രൂഡ് താഴെ വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള. ബട്ട് ഈ വക കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് ബെനിഫിറ്റ് ആയിട്ട് വരും എന്ന് നമ്മൾ ആലോചിച്ചിരിക്കുമ്പോൾ ഇന്നലെ ഈ ക്രൂഡ് മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് താഴോട്ട് നല്ല രീതിയിൽ ഒരു ഫോൾ കണ്ടു എന്നുള്ളതാണ്. ഇനി മാർക്കറ്റിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടോ ഈ ബഡ്ജറ്റിൽ ഈ പറയുന്ന പോലെ ഈ ഓയിൽ ഡ്യൂട്ടീസിനൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്ത്? കാര്യം ഗവൺമെൻറ് വേണ്ട രീതിയിൽ നോമിനൽ GDP ഗ്രോത്ത് വേണ്ട രീതിയിൽ ഗ്രോ ചെയ്തില്ല എന്നെല്ലാം അറിയാം. അപ്പോൾ ആ ഫിനാൻസസ് ഒന്ന് ഷോറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയും ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് അതൊരു നെഗറ്റീവ് ആവുന്ന ഡിസിഷനായ ഓയിലിൻ്റെ ഡ്യൂട്ടീസോ ടാക്സസോ ഇൻക്രീസ് ചെയ്യിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു റൂമറും കൂടെ കേൾക്കുന്നു. എന്തെങ്കിലും മാർക്കറ്റിൽ ഈ ചാർട്ടുകൾ ഈ കമ്പനിയുടെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി അഡ്രസ് ചെയ്യുന്നുണ്ടോ പ്രദീപ്? സൂരജ്, നമ്മൾ ഓയിൽ മാർക്കറ്റിംഗ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു ലോട്ട് ഓഫ് സ്പെക്കുലേഷൻ, ലോട്ട് ഓഫ് വോളറ്റിലിറ്റി, എസ്പെഷ്യലി സിൻസ് ദ എൻഡ് ഓഫ് ഓഗസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ നമ്മളിപ്പോൾ സ്പെസിഫിക്കലി ഇന്ത്യൻ ഓയിലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വെറും 135 രൂപയിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് നവംബർ മാസം ആകുമ്പോഴേക്കും 175 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു വിത്തൗട്ട് എ ബൗട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. ആക്ച്വലി നമ്മൾ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം ഒക്കെ നോക്കുമ്പോഴേക്കും ഇന്നലെയോ മിന്നാന്നോ അല്ല ഈ സ്റ്റോക്കിൽ കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ദ കറക്ഷൻ ആക്ച്വലി സ്റ്റാർട്ടഡ് ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് നവംബർ. സോ നവംബർ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഈ സ്റ്റോക്സിലൊക്കെ പ്രോഫിറ്റ് ടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിസംബർ ആദ്യം മുതൽ തന്നെ ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു. അഫ്കോഴ്സ് ഇൻ ദ ലാസ്റ്റ് 4 സെഷൻസ് ഹെവി സെല്ലിംഗ് ഹസ് കം ഇൻ. ആൻഡ് എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നൗ ദ ലോങ് ടേം ബുള്ളിഷ് ട്രെൻഡ് ഇസ് ഓൾസോ അണ്ടർ ത്രെറ്റ്. കറന്റ് ലെവൽസിൽ നമുക്ക് ഈ 3 സ്റ്റോക്സിലും ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒന്നും തന്നെ ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. സോ ടു അഡ്രസ് ദറ്റ് സ്പെസിഫിക് ക്വസ്റ്റ്യൻ, മാർക്കറ്റ്സിൽ നമ്മൾ ഈ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ചാർട്ട്സ് ആർ ഓൾവേസ് ഫോർവേഡ് ലുക്കിംഗ്.
They are lead indicators. So അതിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് ഇൻഫ്ലുവൻസ് കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ obviously maybe because of the budget, maybe because of the Venezuela problem, there is something negative which is happening which is not visible to us now. നമുക്കിപ്പോൾ അത് കാണാൻ സാധിക്കുന്നില്ല. സോ പ്യോർലി ബൈ ചാർട്ട് നോക്കുമ്പോഴേക്കും തൽക്കാലം ലോങ് പൊസിഷൻസ് കംപ്ലീറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്യുക. റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഒട്ടും നമുക്ക് ഫേവറബിൾ അല്ല. പ്രദീപ്, ഒരു ചാർട്ടും കൂടെ എനിക്കൊന്ന് നോക്കി തരണം IEXൻ്റെ. അതായത് നമുക്കറിയാലോ IEX എന്ന് പറയുന്നത് ഇന്ന് ഈ പറയുന്ന പോലെ CRCയുടെ ആ ഒരു മാർക്കറ്റ് കപ്ലിങ്ങിൻ്റെ ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ന് ആപ്പലേറ്റ് ട്രിബ്യൂണലിൽ ഹിയറിംഗ് ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു ന്യൂസും റൂമറും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഈ മാർക്കറ്റ് കപ്ലിങ്ങിൻ്റെ ആ ഒരു റൂള് CRC പിൻവലിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ IEXൻ്റെ സ്റ്റോക്ക് പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിസംബർ 2021 295 റുപ്പീസിൽ നിന്ന് ഏതാണ്ട് 50% ഡൗൺ ആയിട്ട് ഇപ്പോൾ 150 റുപ്പീസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് 5% ഓവറായിട്ട് പ്ലസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് ജാസ്മിൻ്റെ ഒരു അപ്ഡേറ്റും കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, വോളിയം ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ IEXൽ ഒരു ടേൺ അറൗണ്ട് കാണുന്നുണ്ടോ? അതായത് അതിനകത്ത് ഒരു ട്രെൻഡ് റിവേഴ്സലായിട്ട് പ്രദീപിന് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ? സൂരജ് പറഞ്ഞു വളരെ ശരി. ആക്ച്വലി 2021 ഒക്ടോബർ മാസത്തിൽ 295 318 രൂപയിലായിരുന്നു അതിൻ്റെ ഓൾ ടൈം ഹൈ. ആൻഡ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ വോളറ്റിലിറ്റി ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓൺ ദ ഹൈ സൈഡ്. ആൻഡ് ഐ എം നോട്ട് ജനറലി സ്പീക്കിംഗ് ലോ വോളിയം സ്റ്റോക്സ്, ഹൈ വോളറ്റിലിറ്റി ഡിസ്പ്ലേ ചെയ്യുന്ന സ്റ്റോക്സിൽ ഐ ആം ബേസിക്കലി നോട്ട് വെരി കംഫർട്ടബിൾ. ബിക്കോസ് ഇത്തരം സ്റ്റോക്സിൽ മാനിപ്പുലേഷൻ ഒക്കെ നടക്കാൻ ഹൈ പോസിബിലിറ്റിയാണ് കാണുന്നത്. സോ IEXന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഓഗസ്റ്റ് 2024 ശേഷം ഈ സ്റ്റോക്കിന് 125 രൂപയ്ക്ക് അടുത്ത് നല്ല സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ട്രെൻഡ് റിവേഴ്സൽ ഒന്നും നടന്നതായിട്ട് നമുക്കൊരു ഇൻഫ്ലുവൻസ് കിട്ടുന്നില്ല. ഈ സ്റ്റോക്കിന് 165 രൂപയിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. അതിനുശേഷം 200 രൂപ, 220 ഈ 3 റെസിസ്റ്റൻസ് മറികടന്നാലേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ നേരത്തെ പെട്രോളിയം സ്റ്റോക്സിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഇസ് നോട്ട് അറ്റ് ഓൾ ഫേവറബിൾ. സാറിന് അവസാനമായ ഒരു ഓഹരിയെക്കുറിച്ച് ചോദിക്കാനുള്ളത് ട്രെൻഡിനെ പറ്റിയാണ്. ട്രെൻഡ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ 0.31% ഇടിവിൽ 3979 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിലും ട്രെൻഡിൻ്റെ ചില കാര്യങ്ങളൊക്കെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മളൊരു ഷോർട്ട് ടൈം നമ്മൾ നോക്കുമ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡ് ഇപ്പോൾ നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സപ്പോർട്ടിനടുത്തേക്ക് ട്രെൻഡിൻ്റെ ഓഹരിയിൽ എത്തിയോ? താങ്കളുടെ ഒരു ട്രെൻഡിൻ്റെ ഒരു ചാർട്ടിൽ താങ്കൾ എന്താണ് കാണുന്നത്? ട്രെൻഡിന്റെ കേസിൽ അഗെയിൻ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3930 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ വരുന്ന 5-6 ട്രേഡിംഗ് സെഷൻസിൽ ആ സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ബേസ് സെറ്റപ്പ് ആകും. ബട്ട് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കണമെങ്കിൽ 4300 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. 4300 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 4500, 4900, 5800. താങ്ക് യു പ്രദീപ് സാർ, ഇത്ര അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. താങ്ക് യു വിഷ്ണു. Opening hours with MyFin.